ഹായ് ഫ്രണ്ട്സ്, വണ്ടിപ്പണിക്കാരൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു BMW X5 ആണ്. F15 ആണ്. 2015 മോഡൽ വാഹനമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം, UAE-യിലുള്ളവർക്ക് UAE-യിൽ പല വാഹനങ്ങളിലും നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റിക്കർ കാണാം. ഇതെന്ന് പറയുന്നത് നമ്മുടെ ദുബായിലുള്ള സാലിക്കിൻ്റെ സ്റ്റിക്കറാണ്. അപ്പോൾ സാലിക്കിൻ്റെ സ്റ്റിക്കറിനെ കുറിച്ചൊന്നും ഞാൻ ഇന്ന് പറയുന്നില്ല. എന്നാൽ ഈ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്ന ഒരു റോങ് പ്ലേസ് ആണ്. ഈ വാഹനത്തിൻ്റെ കുറേ അധികം ഫംഗ്ഷനും കാര്യങ്ങളും ഈ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചത് മൂലം വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അത് വർക്ക് ചെയ്യാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്ന സ്ഥലം പ്രോപ്പറല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു സ്ഥലത്ത് ആ സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ കുറേ ഫംഗ്ഷനും കാര്യങ്ങളും ഒന്നും വർക്ക് ചെയ്യത്തില്ല. വർക്ക് ചെയ്യാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കണ്ടല്ലോ, ഈ സ്റ്റിക്കർ ഒട്ടിച്ചതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഇവിടെയായിട്ട് ഒരു ക്യാമറയുണ്ട്. അപ്പോൾ ഈ സ്റ്റിക്കർ ഒട്ടിച്ചത് മൂലം നമ്മുടെ ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അകത്തൊരു ഫോൾട്ട് വന്നിട്ടുണ്ട്. ഫോൾട്ട് എന്ന് പറയുന്നത് ഈ ക്യാമറ ബ്ലോക്ക്ഡ് ആണെന്നുള്ള ഒരു ഫോൾട്ടാണ് നമ്മുടെ സ്കാനറിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് ഞാനത് കാണിച്ചു തരാം. അതേമാതിരി രണ്ട് കാരണങ്ങൾ കൊണ്ട്, ഒന്ന് സ്റ്റിക്കർ കൊണ്ട് വരാം, ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഈ ക്യാമറയുടെ സൈഡിലോ ഒന്ന് വാട്ടർ എൻട്രി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയും ഫോൾട്ട് വരാം. ഇത് കണ്ടല്ലോ, സെൻസർ ഫീൽഡ് ഓഫ് വ്യൂ കൺസീൽഡ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്ലോക്കായി കിടക്കുകയാണെന്നാണ് അർത്ഥം. അപ്പോൾ ബ്ലോക്കായി കിടക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റിക്കർ അവിടെ ഒട്ടിച്ചു കാരണമാണ്. അപ്പോൾ സ്റ്റിക്കർ ഒന്ന് മാറ്റി ഒട്ടിച്ച് കഴിഞ്ഞാൽ ഈ ഫോൾട്ടും കാര്യങ്ങളെല്ലാം പോകും. അതേമാതിരി തന്നെ ഈ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ചെറിയൊരു ആനിമേഷൻ വീഡിയോ ആണ്. The system allows an optimized illumination of the road without dazzling other road users. This is achieved via a camera located near the interior mirror that monitors an area in front of your vehicle. It detects the taillights of vehicles driving in front, or the headlights of oncoming traffic. When another vehicle is detected, the system automatically adapts the high beam lights to avoid dazzling the other road users. Both headlights are swiveled by a few degrees to achieve this. The light cones are positioned differently. This creates an area with reduced high beam illumination. Optimum illumination is still provided outside this area. This anti-glare positioning of the high beam lights is dynamically adjusted with the movement of the other road users. As the oncoming vehicle is passing, the high beam light which is directed towards the vehicle is temporarily deactivated. Furthermore, the high beam lights are switched off completely when the ambient light is sufficiently bright, for example, in built-up areas. അപ്പോൾ ആരും തന്നെ ഈ ഫ്രണ്ട് ക്യാമറയുടെ സൈഡിലായിട്ട് ആരും തന്നെ സ്റ്റിക്കർ ഒട്ടിക്കാതിരിക്കുക. അപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.